കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജ് യൂണിയൻ ഓഫീസ് തീവെച്ച് നശിപ്പിച്ച സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് പോലീസ്. 28 വർഷങ്ങൾക്ക് ശേഷം SFIയിൽ നിന്ന് KSU യൂണിയൻ പിടിച്ചെടുത്ത ശേഷം നവീകരിച്ച ഓഫീസാണ് തീവെച്ച് നശിപ്പിക്കപ്പെട്ടത്. വിദ്യാർത്ഥികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന് യൂണിയൻ ചെയർമാൻ മുൻഷിർ ഹാരൂൺ പറഞ്ഞു. ക്രിസ്മസ് അവധി കഴിഞ്ഞ് കോളേജ് തുറന്നപ്പോഴാണ് യൂണിയൻ ഓഫീസ് കത്തിയ നിലയിൽ കണ്ടെത്തിയത്. തെരഞ്ഞെടുപ്പിൽ KSU നൽകിയ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള യൂണിയൻ ഓഫീസ്. എന്നാൽ ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കുന്നില്ലെന്നും KSU വ്യക്തമാക്കി. യൂണിയൻ നിലവിൽ വരുന്ന സമയത്ത് നമ്മൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വാഗ്ദാനം നൽകിയതായിരുന്നു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു യൂണിയൻ ഓഫീസ്. ഇതുവരെ ഇവിടെ ഒരു പാർട്ടി ഓഫീസായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ അതല്ല, വിദ്യാർത്ഥികൾക്ക് ഏത് സമയവും ഈ ഓഫീസിലേക്ക് കടന്നു വന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് അത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു ഓഫീസാണ് നമ്മൾ വാഗ്ദാനം ചെയ്തിരുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ എതിർ പാർട്ടിയിലുള്ള ആളുകളെ വേണമെങ്കിൽ ആരോപണം ഉന്നയിക്കാം. പക്ഷേ അതിന് ഞങ്ങൾ മുതിരുന്നില്ല. വ്യക്തമായിട്ടുള്ള തെളിവുകളും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളുമായിട്ട് പോലീസ് വരികയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ പറയാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലാതെ വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. യൂണിയൻ ചെയർമാൻ നൽകിയ പരാതി പ്രിൻസിപ്പൽ പോലീസിന് കൈമാറി. കസബ പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. നിരാഹാര സമരം നടത്തി കോളേജ് യൂണിയനും പ്രതിഷേധിച്ചു. റിപ്പോർട്ടർ, കോഴിക്കോട്.